എല്ലാരും അടിച്ചു കയറി വാ. ഇന്നത്തെ ശേഖരന്റെ ഗോഗോവിളി കണ്ടപ്പോ മകനായിരുന്നു അച്ഛന്റെ സ്ഥാനത്തെങ്കിൽ ഞാൻ ചിന്തിച്ചു പോയി. ആ ഒറ്റ കയ്യനെ ചുമരിന്റെ മേലെ ചവിട്ടി തേച്ചനെ അവൻ. നിന്റെ പേര് മാധവൻ. മീശ മാധവൻ ആരെങ്കിലും നോക്കി മീശ പിരിച്ചിട്ടുണ്ടോ? അന്ന് രാത്രി അയാളുടെ വീട്ടിൽ കയറി മോഷ്ടിച്ചിരിക്കും. വട്ടപ്പേര് പറയടാ. അതാ മീശ മാധവൻ. ഇമാതിരി ഓരോ മണ്ടത്തരങ്ങൾ കാണിക്കുന്നത് കൊണ്ടാ നമ്മുടെ നാട്ടിലെ കാർഷിക രംഗം തകരുന്നത്. ഈശ്വര, ഈ തെണ്ടിന് ഞാൻ എങ്ങനെ പ്രേമിക്കാനാ? അപ്പൊ ഞാൻ നിന്നെ പ്രേമിക്കണതാ. നമുക്ക് കള്ളനെ പിടിക്കണ്ടേ? തൊപ്പി പോണ വഴി കാണില്ല സാറ്. ഓഹോ, എന്നാ മീശ ഒന്ന് പിരിച്ചേ, ഒന്ന് കാണട്ടെ. സാറാവും പിരിച്ചോന്നമ്പൂരി. ഓ പിരിക്കടാ. മീശ മാധവൻ കൊള്ളാം, സ്റ്റൈലൊക്കെ ഉണ്ട്. അപ്പോ നാളെ നമ്മൾ കാണുമ്പോ ആ മീശ അവിടെ കാണരുത്. വടിച്ചിട്ട് വരണം, ക്ലീൻ ഷേവ്. മനസ്സിലായടാ? അങ്ങനെയാണെങ്കിൽ ഡീസൽ ഫുൾ ടാങ്ക് ഉണ്ടല്ലേ? അപ്പൊ എങ്ങനാ, എല്ലാരും ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ? ദൈവം അലക്സിനോടൊപ്പം ഉണ്ടാവും. എനിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. ഗുഡ് ലക്ക് അലക്സ്. വരട്ടെ. കൂന്തരാസ് അവന്റെ അമ്മേരെ തള്ളെ കലിക്ക് തീരണില്ലല്ലേ? രാജമാണിക്യം, രാജമാണിക്യം, രാജമാണിക്യം. നിങ്ങൾ കോളേജിൽ പഠിച്ച ആ കാലം, അത് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. മഞ്ഞിൻ കവിൾ ചേരുന്നൊരു പൊൻവെയിലായി മാറാൻ നെഞ്ചം കണി കണ്ടേ നിറയേ. കാണുന്നതിലെല്ലാം മഴവില്ലുള്ളതുപോലെ, ചേലുള്ളവയെല്ലാം വരമാകുന്നതുപോലെ, പുലരൊളിയുടെ കസവണിയണ മലരുകളുടെ രസനടനം. ഇനി വേറൊരു പഹനുണ്ട് ഇവിടെ, വലിയ തമാശക്കാരൻ മഹി. അവൻ പൂച്ചയെ പോലെ ഇരുട്ടത്ത് കണ്ണു കാണും. ഇടത്തുനിന്ന് ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ ഇടത്തോട്ട് നോക്കും, അപ്പടി വലത്തുനിന്ന് വരും. ഒരാളുടെയും കണ്ണുപെടാണ്ട് അടിച്ച് ഇഞ്ചപ്പരുവാക്കും. തെളിവാണെങ്കിലോ പൊടി പോലും ഉണ്ടാവില്ല കണ്ടുപിടിക്കാൻ. ഓൻ IAS ആ. ഇരുട്ട് അടി സർവീസ് IAS. പഴയ ജയിലറെ 1.5 കാലം കൊണ്ട് ഞൊണ്ടി സ്ഥലമാറ്റം വാങ്ങി പോയതേ മൂപ്പറ വീരകഥയിലെ ഒരേട് മാത്ര. അന്നവന് ജയിലിലൊരു പേര് വീണു, മായാവി. പഴശ്ശിയുടെ യുദ്ധങ്ങൾ കമ്പനി കാണാൻ പോകുന്നതേ ഉള്ളൂ. ഇവൻ മാത്രമല്ല, എനിക്കിനി ഒരു മകൻ കൂടിയുണ്ട്.
ഭയവും ടെൻഷനും നമ്മളെ അപകടത്തിൽ കൊണ്ടെത്തിക്കും. ചുരുക്കം പറഞ്ഞ ഏതോ സിനിമയിൽ ആരോ പറഞ്ഞതുപോലെ കിസ്മത്ത് എന്നൊന്നുണ്ട് മോനെ, അതിനത്തെടുക്കാൻ ആർക്കും പറ്റൂല. കണ്ണു ചുവക്കാണ്, പല്ല് കടിക്കണം, മുഷ്ടി ചുരട്ടൻ, ആകെ വിയർക്കാണ്, നാടി ഞരമ്പ് വലിഞ്ഞു മുറുകണ്, പേശികളാകെ ഉരുണ്ട് കയറാണ്, ചങ്കിനകത്ത് താളമട്ടിക്കണ്ട്, തക്കിട്ട തക്കിട്ട മേളമട്ടിക്കണ്ട്, ചങ്കിനകത്ത് താളമട്ടിക്കണ്ട്, തക്കിട്ട തക്കിട്ട മേളമട്ടിക്കണ്ട്. കുഴപ്പമാവോ? എന്തു കുഴപ്പം? നമ്മുടെ കൂടെ കളിക്കുന്ന ഒരു പെണ്ണൊന്ന് പിന്നിട്ട് പോയതല്ലേ, അവനതിരിക്കട്ടെ. ആർക്ക് കാണാനാ? ഇവിടെ ഒരാൾ എന്റെ മുഖത്തോട്ട് നോക്കിയിട്ട് മാസങ്ങളായി. പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറഞ്ഞ ആരാ? പിടിപ്പത് പണിയാ. ഓഫീസിൽ എത്തിക്കഴിഞ്ഞ പിന്നെ സാറിന് നിന്ന് തിരിയാനുള്ള സമയമില്ല. എനിക്ക് ബാക്കി കൂടി കാണണം. ബാക്കിയൊന്നുമില്ല, ഇപ്പോഴും കരച്ചിൽ, ഇത് കഴിഞ്ഞാലും കരച്ചില്. ഈ പെണ്ണുങ്ങളുടെ കരച്ചിൽ കാരണം വീട്ടിൽ കയറാൻ പറ്റാതെ ദുഷ്ടൻ. അനുചേച്ചി, ഉന്നത സാറ് വീട്ടിലെങ്കിലും ചിരിക്കാറുണ്ട്? പഞ്ചായത്തിൽ നിന്നാ ചിരിച്ചല്ലോ. പ്രേമത്തിനെന്നും 16 വയസ്സാ. വള്ളിനിക്കറിൽ നിന്നും ഒറ്റമുണ്ടിലേക്ക് കയറുന്ന പ്രായം. ഞാനിപ്പോ അവിടെ നിൽക്കാടാ. ഏത് മരത്തിന്റെ ചോട്ടിലിരുന്നപ്പോഴാണാവും നീ ബോധോദയം ഉണ്ടായത്? ശരിക്കും പ്രേമമായോ? അതുക്കും മേലെ. അതാണ് താടി വടിച്ച് സുന്ദരനായത്. അതെ അതെ. ഓ, ഞാൻ കുറച്ച് ബിസിയാണ്. അയ്യോ, വിളി, ഉൾവിളി, ഉൾവിളി. അപ്പുറത്തെ മുറി വന്ന് കിടന്നൂടെ? ആയിരത്തിലധികം യാത്രകൾ. ഇത് അവനല്ല സാറേ, എല്ലാം ഒരേ ഒരാൾക്കായി.
നാം ക്യാ ഹൈ ആപ്കാ? കുറുപ്പ്, സുകുമാരക്കുറുപ്പ്. നീയൊന്നും കാണാത്ത, നിനക്കൊന്നും അറിയാൻ പാടില്ലാത്തൊരു മൈക്കിളിനെ ഞാൻ കണ്ടു. ആ മൈക്കിളിനെ കണ്ടിരുന്നെങ്കിലേ നീയൊന്നും വായ തുറക്കൂലായിരുന്നു. ഇവിടെ ബോംബെക്കാരാ, ജാവോ എന്ന് പറയണം. ജാവോ. சென்ட்ரல் மினிஸ்டராலே ஒன்றும் பண்ண முடியாது. உங்களால் என்ன தம்பி பண்ண முடியும்? ദൈവം എന്നൊക്കെ പറഞ്ഞ ഈ മോളിന്നൊക്കെ ഒരു വെളിച്ചില്ലേ? അവനിവിടെ കളഞ്ഞിട്ട് വരാനാണ് നിങ്ങൾ പറയുന്നത്. മനിതർ ഉണർന്നു കൊള്ള, ഇത് മനിത കാതൽ അല്ല, അതെയും താണ്ടി പുനിതമാ